ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരുവാൻ ദൈവം ഇടയാക്കി കൃപയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. ഇന്ന് പ്രധാനമായിട്ടും ചിന്തിക്കാൻ പോകുന്നത് നമ്മുടെ ഫാദർ ഡാനിയേൽ പൂവണ്ണത്തെങ്കൽ എന്ന് പറയുന്ന അച്ഛനാണ്. അച്ഛൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിശ്വാസികളെ പല നാളുകളായി അദ്ദേഹം വിശ്വാസികളെ പല പഠനങ്ങൾ അദ്ദേഹം പഠിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. അതിൽ പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ പഠനം എന്ന് പറയുന്നത് വിഗ്രഹങ്ങളെ ഞങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞ് ദൈവവചനത്തിന് വിരുദ്ധമായ പ്രസ്താവന കുറെ നാളുകൾക്ക് മുമ്പ് അദ്ദേഹം ഇറക്കിയതായിട്ട് നമുക്ക് കണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നീട് അദ്ദേഹത്തെ നമ്മൾ കാണുമ്പോൾ ഈ കഴിഞ്ഞയിടയിൽ അദ്ദേഹം വീണ്ടും ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. കന്യാമറിയാമിനെ ആരാധിക്കുന്നത് പൈശാചിക ആരാധനയാണ്, അല്ലെങ്കിൽ പിശാചിന് കൊടുക്കുന്ന ആരാധനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വെളിപ്പെടുത്തൽ കൂടി ഈയിടെ നടത്തുകയുണ്ടായി. അപ്പം ആ വീഡിയോയിലേക്കൊക്കെ നിങ്ങളുടെ ശ്രദ്ധയെ ഞാനിന്ന് ക്ഷണിക്കുകയാണ്. അതിനായി നിങ്ങൾ അത് ഞാൻ പ്രദർശിപ്പിക്കുകയാണ്. ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതുമായ ജീവന്റെ കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയുന്നു. ജീവൻ വെളിപ്പെട്ടു, ഞങ്ങളത് കണ്ടില്ല. അങ്ങനെയാണോ? ഞങ്ങളത് അപ്പൊ നമ്മൾ ഉണ്ടാക്കും. കാരണം എന്താണ്? ഞങ്ങൾ കണ്ടു. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇതൊരു വലിയ ആത്മീയ രഹസ്യമാണ്. അതായത് ദൈവത്തിന് ആരാധന കൊടുത്താലേ, ദൈവാരാധന ശരിയായാലേ ഭൂമിയുടെ താളം ശരിയാവും. അത് അച്ചട്ടാണ്. പിശാച് എന്ത് ചെയ്യും? പിശാച് ആരാധന കൊതിക്കുന്നുണ്ട്. പിശാചിന് ആഗ്രഹം എന്താണ്? പിശാചിനെ ആരാധിക്കണം. പിശാചിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ദൈവമല്ലാത്ത എന്തിനെ ആരാധിച്ചാലും അത് പിശാചിനുള്ള ആരാധനയാണ്. ദൈവമല്ലാത്ത എന്തിനെ ആരാധിച്ചാലും അത് പിശാചിനുള്ള ആരാധനയാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ് ഈ ധ്യാനകേന്ദ്രം ആണ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത് എന്ന് വിചാരിച്ചോ. അങ്ങനെ ഒരാൾ വിചാരിക്കാന്ന് വെച്ചോ. ഈ ധ്യാനകേന്ദ്രമാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത്, അതുകൊണ്ട് ഈ ധ്യാനകേന്ദ്രമാണ് നമ്മളെ രക്ഷപ്പെടുത്തിയത് എന്നൊരാൾ വിചാരിക്കുന്നു എന്ന് വെച്ചോ. അപ്പൊ അതുകൊണ്ട് ഈ ധ്യാനകേന്ദ്രമാണ് എന്നെ രക്ഷപ്പെടുത്തിയത്, അതുകൊണ്ട് ഈ ധ്യാനകേന്ദ്രത്തിന് വേണ്ടി അങ്ങ് മരിക്കാൻ കിടക്കാണ് എന്ന് വിചാരിച്ചോ. അപ്പൊ എന്ത് ചെയ്തു? ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന ഈ ധ്യാനകേന്ദ്രത്തിന് കൊടുത്തു. അപ്പൊ അത് പിശാചിനുള്ള ആരാധനയായിട്ട് മാറി. ഒരു വ്യക്തി വിചാരിക്കുകയാണ് മാതാവാണ് എന്നെ ജീവിക്കാൻ സഹായിക്കുന്നത്. മാതാവ് നല്ല ആളല്ലേ? അപ്പൊ മാതാവാണ് എന്നെ ജീവിക്കാൻ സഹായിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ മാതാവ് യേശുവേ എന്നൊരു വാക്ക് പോലും വായിന്ന് വരില്ല, ദൈവമേ എന്നൊരു വാക്ക് പോലും വരില്ല. എപ്പോഴും മാതാവേന്നേ വരൂ. എന്നെ തെറ്റിദ്ധരിക്കരുത്. ചില അപകടങ്ങൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ തിരുത്തിയില്ലെങ്കിൽ ഇത് വലിയ ദുരിതത്തിലേക്ക് പോകും. അപ്പൊ മാതാവേന്നേ വരൂ വായിൽ. എപ്പോഴും എന്റെ മാതാവേന്നേ വരും, എന്റെ ദൈവമേ നിന്ന് വരെ വായിന്ന് വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ദൈവത്തിന് കൊടുക്കേണ്ട ഒരു ആരാധന മാതാവിന് കൊടുത്താൽ അത് പിശാചിനുള്ള ആരാധനയാണ്. ഇത് മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തെ അല്ലാതെ എന്തിനെ ആരാധിച്ചാലും അത് പിശാചിനുള്ള ആരാധനയാണ്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇത്. പിശാച് അതുകൊണ്ട് പിശാചിന് ആരാധന കിട്ടാൻ വേണ്ടി പിശാച് ചെയ്യുന്നത് എന്നെ ആരാധിക്കൂ എന്നല്ല പറയുന്നത്. പിശാചിന് ആരാധന കിട്ടാൻ വേണ്ടി പിശാച് പറയുന്നത് എന്നെ ആരാധിക്കൂ എന്നല്ല. പിന്നെന്താണ്? ദൈവത്തെ ഒഴിച്ച് വേറെ എന്തിനെങ്കിലും ആരാധിക്കും. പിശാചിന് ആരാധന കിട്ടാൻ വേണ്ടി പിശാച് പറയുന്നത് എന്നെ ആരാധിക്കുന്നല്ല. നമ്മൾ ആരെങ്കിലും പിശാചിനെ ആരാധിക്കൂ? ഓടാ പിശാച് എന്ന് പറയില്ലേ? പക്ഷെ ദൈവമല്ലാത്ത എന്തിനെങ്കിലും ആരാധിക്കാൻ. വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കും. വീഡിയോയിൽ അദ്ദേഹം 2 തീയതിയിലുള്ള സംഭാഷണങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. ഒന്ന്, വിഗ്രഹങ്ങൾ ഉണ്ടാക്കാം, ഞങ്ങളുടെ പൂർവികന്മാർ ദൈവത്തെ കണ്ടിട്ടുണ്ട്. അതിന് അദ്ദേഹം എടുത്ത വചനം യോഹന്നാന്റെ സുവിശേഷത്തിലുള്ള
വചനങ്ങൾ എടുത്തുകൊണ്ടാണ് അദ്ദേഹം അതിനായിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ഇദ്ദേഹം എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഏതാണ്ട് വ്യക്തതയിലേക്ക് വരികയാണ്. കാരണം അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടു, കന്യാമറിയത്തെ ആരാധിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അടുത്ത വീഡിയോ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ പകുതി ശതമാനം വരുന്ന ഓർത്തഡോക്സുകാരും യാക്കോബക്കാരും അതുപോലെ കാത്തലിക്സും ഇതെല്ലാം എന്താണ് കന്യാമറിയാമിന് മധ്യസ്ഥത വെച്ചുകൊണ്ട് ആരാധിക്കുന്ന ആൾക്കാരാണ്, അല്ലെ? നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവർക്കെല്ലാം എതിരായിട്ടാണല്ലോ അച്ഛനിപ്പോ പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താണ്? കന്യാമറിയാത്തെ ആരാധിക്കുന്നത് അതൊരു പിശാചിന് കൊടുക്കുന്ന ആരാധനയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. പണ്ട് കുറെ കാലം മുമ്പ് ഇത് ബെന്തിക്കോസുകാർ പറഞ്ഞ കാര്യമാണ്. ആ ബെന്തിക്കോസുകാർ പറഞ്ഞ അതേ കാര്യം തന്നെ അദ്ദേഹം ഇപ്പോൾ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പം എന്തുകൊണ്ടാണ് അദ്ദേഹം പല സമയങ്ങളിൽ പല രീതിയിൽ സംസാരിക്കുന്നത്? കാരണം അദ്ദേഹത്തിന്റെ കീഴിലുള്ള വിശ്വാസികൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നതെന്ന് എനിക്കറിയില്ല. കാരണം കുറെ കാലമായിട്ട് കുറെ വിവാദങ്ങൾ ഇങ്ങനെ നിലനിൽക്കുകയായിരുന്നു. കാരണം ബെന്തിക്കോസിന് പല ആളുകളും കന്യാമറിയാമിലുള്ള വിശ്വാസം കൊണ്ട് പല ആളുകളും ബെന്തിക്കോസ് സഭകൾ വിടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ കുറച്ചു നാളായിട്ട് അതിങ്ങനെ കണ്ടുവരികയായിരുന്നു. ആ ഇടയ്ക്കാണ് പലരും അതിൽ നിന്ന്, അതായത് ബെന്തിക്കോസിൽ നിന്ന് പല ആളുകളും കന്യാമറിയത്തെ ആരാധിക്കണമെന്ന് പറഞ്ഞ് പല ആളുകളും അതിൽ നിന്ന് ഓടി പോകുകയും എവിടേക്ക് അവർ നിന്ന പാരമ്പര്യ സഭകളിലേക്ക് ഓടിപ്പോവുകയും ചെയ്തു. അതിന് കാരണമായത് ഏതായിരുന്നു? ഈ വിഗ്രഹങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് പൂർണ്ണത്തിൽ അച്ഛൻ വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, ഈ പ്രതിമകൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും പ്രസ്താവന നടത്തിയിരിക്കുകയാണ്, കന്യാമറിയാമിന് കൊടുക്കുന്നത് യേശുക്രിസ്തുവിനെ മാത്രമേ ആരാധിക്കാവുള്ളൂ. എന്താണ്? കന്യാമറിയാമത്തെ കൊടുക്കുമ്പോൾ, ആരാധന കൊടുക്കുമ്പോൾ അത് പിശാചിനാണ്, അമ്മയ്ക്ക് കൊടുക്കുന്ന ആരാധന പിശാചിനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും വീഡിയോയുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, അതായത് ഈ പറയുന്ന പ്രതിമകൾ ഉണ്ടാക്കാമോ എന്നതിനെ കുറിച്ചുള്ള ചെറിയ വീക്ഷണം ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചുകൊണ്ട് ഞാൻ അതിന് മറുപടി നൽകുകയാണ്. അതിനായിട്ട് നമുക്ക് ആ വീഡിയോയിലേക്ക് ശ്രദ്ധ ചെലുത്താം. രൂപം ഉണ്ടാക്കും. അങ്ങനെ തന്നെ മദർ മേരിനെ കണ്ടു, അതുകൊണ്ട് മദർ മേരിയുടെ രൂപം ഉണ്ടാക്കും. ആ കാലത്ത് കുരിശ് കണ്ടു, അതുകൊണ്ട് ഞങ്ങൾ കുരിശുണ്ടാക്കും. അപ്പം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാം. ഞാൻ അതിനുവേണ്ടി കുറച്ച് ഇനി ഫോട്ടോകൾ കാണിക്കാൻ പോവാ. എന്താണെന്ന് പറഞ്ഞാൽ ആ ഫോട്ടോകൾ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഞാൻ എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പം നിങ്ങൾ ആദ്യമേ ഈ ഫോട്ടോ കാണുക. ഈ ഫോട്ടോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാം പലതരത്തിലുള്ള ജീസസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ നോക്കുന്നുണ്ട്. അപ്പം ഈ പലതരത്തിലെ ജീസസ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനകത്ത് ഒത്തിരി പഴകിയ ഒരു പൊട്ടി ഇരിക്കുന്ന ഒരു ജീസസിന്റെ ഫോട്ടോ കാണാം. ആ ഫോട്ടോ ആണ് ഏറ്റവും പഴകിയ ഫോട്ടോ എന്ന് നമ്മളെല്ലാവരും അറിയപ്പെടുന്നു. സത്യമാണോ കള്ളമാണോ എന്ന് ആർക്കും പറയാനൊക്കത്തില്ല. അത് ആരെങ്കിലും ഒരു ആർട്ടിസ്റ്റിന്റെ ആർട്ട് വർക്ക് ആണോന്നും നമുക്കറിയത്തില്ല. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ജീസസിന്റെ ഫോട്ടോകൾ വരെ ഉണ്ട്. ഈ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഫോട്ടോകളായി തീർന്ന്, പണ്ട് വരയ്ക്കുന്നതായിരുന്നു. ഇപ്പം നമുക്ക് മനസ്സിലാക്കാം അതിന് പല ജീസസിന്റെ മൂവിയൊക്കെ വന്നപ്പോൾ അതിനകത്ത് പല താരങ്ങൾ അതിനകത്ത് അഭിനയിച്ചുകൊണ്ട് ആ താരങ്ങളുടെ തന്നെ രൂപങ്ങൾ ജീസസ് ആയി മാറിത്തീർന്നു. അപ്പം നമുക്ക് ഇനി അടുത്ത ഒരു ഫോട്ടോ ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഫോട്ടോ നമ്മൾ കാണാം. ഈ ഫോട്ടോയ്ക്കകത്ത് കാണുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും പഴകിയ ജീസസിന്റെ അവൈലബിൾ പിക്ചറാണ്. ഇപ്പം ഇത് ഏറ്റവും പഴകിയ പിക്ചറും ഇപ്പോഴത്തെ നമ്മൾക്ക് സാധാരണ കാണുന്ന ഇപ്പോഴത്തെ ജീസസിന്റെ പിക്ചറുമാണ്. ഇത് തമ്മിൽ എന്തെങ്കിലും സാമ്യത നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ വളരെ സാമ്യത ഉണ്ടെന്ന് തന്നെ. ഓക്കെ, അപ്പൊ എത്ര വ്യത്യാസമാണ്. അപ്പൊ ഇത് രണ്ട് ജീസസ് ആയി തീർന്നു ഇവിടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പിക്ചറിനകത്ത് പല ജീസസുകൾ പല ടൈപ്പിൽ, പല കളറിൽ, പല രൂപത്തിലുള്ള ജീസസുമാരായി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇതാണ് ഏറ്റവും പഴകിയ ജീസസിന്റെ പിക്ചർ എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് കാണാം ഒരു കണ്ണ് വീങ്ങിയൊക്കെ ഇരിക്കുവാണ്.
മിക്കവാറും അവര് ആ ജീസസിനെ അടിച്ച് ഒരു ഭാഗത്തിനെ എടുത്തു കാണിക്കാൻ വേണ്ടി വരച്ച ആള് ആ രീതി വരച്ചേക്കുവാ ഇത്. ഇനി നമുക്ക് കാണാൻ പോകുന്ന ഫോട്ടോയ്ക്കകത്ത് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ മിസ്റ്റർ ഡാനിയൽ പല വീഡിയോകൾ ചെയ്യുന്നുണ്ട്. ഈ പല വീഡിയോകൾ ചെയ്യുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ആ വീഡിയോകൾക്കകത്തൊക്കെ ജീസസിന്റെ കുറെ പിക്ചറുകൾ വെക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കണ്ടാൽ നമ്മൾക്ക് മനസ്സിലാവും പുള്ളിക്കാരന്റെ പല ടൈപ്പ് ജീസസുകളുണ്ട്. ഒരേ ആളല്ല, പല രീതിയിലുള്ള ജീസസുകളാ. അപ്പം പുള്ളിക്കാരന്റെ പൂർവ്വപിതാക്കന്മാര് കണ്ടത് ഏത് ജീസസിനെയാണെന്ന് വ്യക്തമാക്കിയാൽ നല്ലതായിരിക്കും. എന്താന്ന് പറഞ്ഞാൽ ഇത്രയും മാത്രം ജീസസ് പുള്ളിക്കാരന്റെ പൂർവ്വപിതാക്കന്മാര് കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് നമ്മൾ കാണാം, ഈ ഒരു ഫോട്ടോയ്ക്കകത്ത് നമുക്ക് കാണാൻ ഒക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പല ആക്ടർമാര് ജീസസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ആ ആൾക്കാരുടെ രൂപവും ജീസസ് ആയിട്ട് പല സ്ഥലത്ത് നമ്മൾ വരച്ചു വെച്ചേക്കുന്നതായി കാണാം. ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ എടുത്ത് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടർ എന്ന് പറഞ്ഞ ഒരാള് ജീസസിന്റെ രൂപം നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് നോക്കുക. ഈ പിക്ചറിനകത്ത് കാണുന്ന വോൾട്ടർ, ഈ വോൾട്ടറിനെ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പോകുന്നത് നമ്മളുടെ മിസ്റ്റർ ഡാനിയലിന്റെ ബാക്ക് സൈഡിൽ അവരുടെ പള്ളിക്കകത്ത് പണിഞ്ഞു വെച്ചേക്കുന്ന ജീസസ് ഈ രൂപം തന്നെയാണ്. അപ്പൊ ആ വോൾട്ടറിന്റെ രൂപമാണ് അവരുടെ പള്ളിയിൽ പണിഞ്ഞേക്കുന്നത്. അത് ഞാൻ ഇനി അടുത്ത ക്ലിപ്പിനകത്ത് കാണിക്കുന്നതായിരിക്കും. ഇതാണ് മിസ്റ്റർ വോൾട്ടർ. ഈ വോൾട്ടർ ഒരു ആക്ടറാണ്. ഈ ആക്ടറിന്റെ രൂപത്തിലുള്ള ജീസസിനെയാണ് ഈ മിസ്റ്റർ ഡാനിയൽ പ്രസംഗിക്കുന്നതിന്റെ ബാക്കിൽ നമുക്ക് കാണാൻ നോക്കുന്നത്. ഇതാണ് മിസ്റ്റർ വോൾട്ടർ. ആ രൂപമാണ് നിങ്ങൾ ആ വീഡിയോ ക്ലിപ്പിന്റെ ബാക്കിൽ കണ്ടേക്കുന്നത്. മിസ്റ്റർ ഡാനിയൽ നിന്ന് പ്രസംഗിക്കുന്നതിന്റെ ബാക്കിലുള്ള ജീസസ് ഈ പറയുന്ന വോൾട്ടറാണ്. എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കണ്ടോണ്ട് അവരുണ്ടാക്കും. ഇപ്പം മനസ്സിലായല്ലോ ഇതുണ്ടാക്കുന്നതിനുള്ള ഒരു വലിയ ചതി. അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ ശ്രദ്ധിച്ചു, അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞ എന്താണ്, ഈ പലതരത്തിലുള്ള ഫോട്ടോകൾ, വിഗ്രഹങ്ങൾ, ഇതെല്ലാം മനുഷ്യന്മാരുടെ ഫോട്ടോകളും വിഗ്രഹങ്ങളുമായിരുന്നു എന്നാണ് ബ്രദർ അതിനകത്ത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും നാളായിട്ട് ഈ ആളുകൾക്കൊന്നും മനസ്സിലായില്ല താങ്കൾ ആരെയാണ് ആരാധിക്കുന്നതെന്നും താങ്കൾ മനുഷ്യരെ തന്നെയാണ് ആരാധിച്ചുകൊണ്ടിരുന്നെന്നുള്ള കാര്യം. അതായത് സിനിമാ നടന്റെ ഫോട്ടോയാണ് ദാനിയേൽ പൂവണ്ണത്തിൽ അച്ഛന്റെ പുറയിൽ വെച്ചിരിക്കുന്നത്. ഇതാണോ അവരുടെ പൂർവികന്മാർ കണ്ടത്? കാരണം ഈ സിനിമാ നടനെയാണോ അവർ പൂർവികരായ കണ്ടെന്ന് പറയുന്ന യേശു എന്ന് പറയുന്നത് അവർ കണ്ടെന്ന് പറയുന്നത്? അതായത് ദാൻമാത്യം അമർത്യതയുള്ളവനും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത ദൈവം ഒരു സിനിമാ നടനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സിനിമാ നടന്റെ ഫോട്ടോ പുറകിൽ വെച്ചുകൊണ്ടാണ് ജനങ്ങൾ മുമ്പിൽ ആരാധന കഴിക്കുന്നത്. അല്ലെങ്കിൽ ജനങ്ങൾ അറിയാതെ, അല്ലെങ്കിൽ അവരെ പറഞ്ഞുകൊണ്ട് ഇത് യേശുവിന്റെ ഫോട്ടോയാണ് അല്ലെങ്കിൽ പ്രതിമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പഠിപ്പിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, എന്താണ് ഇവരൊക്കെയും നിങ്ങൾ എന്ത് ചെയ്യാണ്, പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങൾ ഈ ഫോട്ടോയൊക്കെ ഇടയ്ക്ക് താരതമ്യപ്പെടുത്തി നിങ്ങൾ നോക്കണം, ഇത് ആരെയാണ് നിങ്ങൾ ആരാധിക്കുന്നത് എന്നുള്ള കാര്യം. അതുപോലെ തന്നെ യേശു ക്രിസ്തു മാത്രമേ ആരാധ്യനുള്ളൂ എന്ന് ബൈബിൾ പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യാണ്, കന്യാമറിയത്തിനെ ആരാധിക്കാം എന്ന് പഠിപ്പിച്ച് ഇവർ തന്നെ ഇപ്പൊ പറയുന്നു അത് പിശാചിനെ ആരാധിക്കുന്ന ആരാധനയാണെന്ന്. അപ്പൊ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്താണ്? കർത്താവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. കാരണം ഇവർ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ഇത്രയും നാളും നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരു ദൈവവചനമുണ്ട്. ആ ദൈവവചനം നോക്കി വായിച്ച് അതിനെ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അത് വലിയൊരു കൃപയായിരിക്കും. നിങ്ങൾ നരകത്തിൽ പോകാതെ വണ്ണം സ്വർഗത്തിലേക്ക് പോകുവാൻ നിങ്ങളെ സഹായിക്കുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.